നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചരക്കു വണ്ടികളിൽ നിന്നുള്ള വരുമാനത്തിനൊപ്പം പാസഞ്ചർ യാത്രാ വരുമാനത്തിലും റെയിൽവേ കുതിക്കുന്നു. ചരക്കു വണ്ടിയിൽ നിന്ന് 2019-24 വരെ 7.2 ലക്ഷം കോടി രൂപയാണ് റെയിൽവേ നേടിയത്. 5 വർഷത്തെ യാത്രാ വരുമാനം 2.41 ലക്ഷം കോടി രൂപയാണ്. പ്രീമിയം തൽക്കാലും ഫ്ലെക്സി നിരക്കും റെയിൽവേക്ക് വലിയ നേട്ടമുണ്ടാക്കി. തൽക്കാൽ ടിക്കറ്റ്, പ്രീമിയം തൽക്കാൽ വിഭാഗങ്ങളിലായി 5 വർഷം 13,737 കോടി രൂപയാണ് റെയിൽവേ നേടിയത്. തിരക്കുള്ള തീവണ്ടികളിൽ പ്രീമിയം തൽക്കാൽ ക്വാട്ടയിലൂടെ വരുമാനം കൊയ്യുമ്പോൾ യാത്രക്കാർക്ക് ഇത് പിടിച്ചുപറിയാണ്. അവധിക്കാല യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് സ്ലീപ്പറിലും AC-യിലും ഇത് നടപ്പാക്കിയത്. ഒരു ബർത്ത് റിസർവ് ചെയ്യാൻ 3 ഇരട്ടി തുക വരെ നൽകണം. തൽക്കാൽ ക്വാട്ടയിലെ ബർത്തുകളാണ് പ്രീമിയം ക്വാട്ടയിലേക്ക് മാറ്റിയത്. മാവേലി, മലബാർ എക്സ്പ്രസുകൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പ്രധാന വണ്ടികളിലും ഇത് നടപ്പിലാക്കി. ആവശ്യക്കാർ കൂടുന്തോറും ടിക്കറ്റ് നിരക്ക് കൂടുന്ന ഫ്ലെക്സി നിരക്കാണ് ഈ വണ്ടികളിൽ. അവധിക്കാലം തുടങ്ങും മുമ്പ് വർധന വന്നു കഴിഞ്ഞു. തിങ്കളാഴ്ച മാവേലി എക്സ്പ്രസിലെ തിരുവനന്തപുരം കണ്ണൂർ തേർഡ് AC യാത്രയ്ക്ക് 3010 രൂപ നൽകി. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് തേർഡ് AC യാത്രയ്ക്ക് 2840 രൂപയായിരുന്നു പ്രീമിയം നിരക്ക്. സാധാരണ നിരക്ക് 1000 രൂപയാണ്. കഴിഞ്ഞ വിഷു അവധി നാളുകളിൽ തിരുവനന്തപുരം കണ്ണൂർ യാത്രയ്ക്ക് സ്ലീപ്പർ ബർത്തിന് 985 രൂപ നൽകിയവരുമുണ്ട്. ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റിൽ സ്ലീപ്പറിന് 1240 രൂപ വരെ എത്തി. സ്പെഷ്യൽ വണ്ടികളിൽ പലതും ഫ്ലെക്സി നിരക്കാണ്. ചരക്കു ഗതാഗതത്തിൽ വൈവിധ്യമുണ്ടാക്കിയാണ് റെയിൽവേയുടെ മുന്നേറ്റം. പരമ്പരാഗത ചരക്ക് നീക്കത്തിനൊപ്പം കണ്ടെയ്നറിന്റെ സാങ്കേതികത്വമടക്കം മാറി. ഉള്ളി, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടെ കയറ്റി ഓടിക്കാൻ പ്രത്യേക കണ്ടെയ്നർ ഉപയോഗിക്കുന്നു. താപനില ക്രമീകരിച്ചുള്ളതാണ് ഇവ. റെയിൽവേക്ക് വേണ്ടി നിർമ്മിക്കുന്നത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നവരത്ന കമ്പനിയാണ് ഇത്.